ശ്രീ സജി ചെറിയാൻ. കേരളം ഇന്ന് അതീവ ഗുരുതരമായ ഒരു പൊതുജനാരോഗ്യ പാരിസ്ഥിതിക അടിയന്തരാവസ്ഥയിലാണ് കടന്നുപോകുന്നത്. ഈ വിഷയമാണ് ഞാൻ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കേണ്ടിയിരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായി സ്തംഭിച്ചതിൻ്റെ ഫലമായി ജനങ്ങളെ പകർച്ചവ്യാധിയിലേക്ക് മറ്റ് അപകടങ്ങളിലേക്കും വലിച്ചെറിയുന്ന തികഞ്ഞ ഭരണവീഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഭരണമുന്നണിയുടെ രാഷ്ട്രീയ അലംഭാവം ഇതിലൂടെ തെളിയുകയാണ്. സാർ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പ്രീ മൺസൂൺ തയ്യാറെടുപ്പുകൾ. മെയ് 26 കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിട്ടും സർക്കാർ അത് പൂർണ്ണമായിട്ടും അവഗണിച്ചു. സാർ, മാർച്ച് 26 തന്നെ തദ്ദേശ വകുപ്പ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് മുന്നോട്ട് കാര്യമായി പോയില്ല എന്നുള്ള വസ്തുതയാണ്. സാർ, തിരുവനന്തപുരം നഗരത്തിൽ 49.6 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സാർ, മലിനജലത്തിൽ മുങ്ങി. ഇതൊരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥയുടെ ഫലമാണ്. സാർ, ഇതാണോ ഇൻഡോർ മാതൃക? കിഴക്കേക്കോട്ട, തമ്പാനൂർ, പഴവങ്ങാടി, പട്ടം തുടങ്ങിയ പ്രധാന റോഡുകളെല്ലാം വെള്ളം കയറി. വിമാനത്താവളത്തിലേക്ക് പോകേണ്ട പ്രധാന പാതകളിലെല്ലാം വെള്ളം കയറി. സാർ, ഓടകളിൽ നിന്ന് കോരിയിട്ട മണ്ണും മാലിന്യവും നീക്കം ചെയ്യാതെ റോഡരികിൽ തന്നെ കൂട്ടിയിട്ടത് മഴവെള്ളത്തിനൊപ്പം വീണ്ടും ഓടകളിലേക്കും റോഡിലേക്കും തന്നെ വീണ്ടും ഒഴുകിപ്പോകാനിട വന്നു. ആമിഴിയാഞ്ചൽ തോടിൻ്റെ കരിങ്കൽ ഭിത്തി കോർപ്പറേഷൻ പൊളിച്ചു മാറ്റി മാസങ്ങളായി പുനർനിർമ്മിച്ചില്ല. അതിൻ്റെ ഫലമായി പഴവങ്ങാടി ക്ഷേത്ര പരിസരത്തേക്കും വീടുകളിലേക്കും വെള്ളം കയറി. സാർ, കൊച്ചി കോർപ്പറേഷനിലെ കാനകൾ മുതൽ കായൽ മുഖം വരെയുള്ള ശുചീകരണത്തിൽ വലിയ വീഴ്ച ഉണ്ടായത്. വെള്ളക്കെട്ട് സ്വാഭാവികമാണെന്നാണ് കൊച്ചി മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. സാർ, മാലിന്യ നിർമ്മാണ ദിനത്തിലെ ഈ അശാസ്ത്രീയ കാരണം കൊതുകുകളും മറ്റ് രോഗാണുക്കളും ക്രമാതീതമായി പെരുകുകയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ, കോളറ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ സംസ്ഥാനത്ത് വൻതോതിൽ പടർന്നു പിടിക്കാനുള്ള കടുത്ത ഭീഷണിയിലാണ് നാം നിൽക്കുന്നത്. സാർ, ഇതിനോടൊപ്പം തന്നെ ഇതിനോടനുബന്ധമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, അപകടകരമായി നിൽക്കുന്ന ഇലക്ട്രിക് ലൈനുകൾക്ക് ഭീഷണിയായ മരങ്ങളും മരച്ചില്ലകളും വെറ്റിമാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നടന്നിട്ടില്ല. സാർ, സ്കൂളുകൾക്ക് മുകളിലൂടെയും മുന്നിലൂടെയും പോകുന്ന ഇലക്ട്രിക് ലൈനുകൾക്ക് ഇൻസുലേഷൻ ഏർപ്പെടുത്തുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ചെയ്തില്ല. സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ജനങ്ങൾ എത്തിച്ചേരുന്ന പൊതുയിടങ്ങളിലെ ഇലക്ട്രിക് ലൈനുകൾ പരിശോധിക്കുന്ന നടപടി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് ചെയ്തില്ല. പാടശേഖരങ്ങൾ, ജലാശയങ്ങൾ, അതിൻ്റെ മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനുകൾ ഉയർത്തുകയോ അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കുകയോ നടപടി ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. സാർ, ഏറ്റവും രസകരമായ കാര്യം, വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പഠനോത്സവം നടത്തി. അതിൽ 70% സ്കൂളിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആദ്യത്തെ സംഭവമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഗൗരവമായി തന്നെ പരിശോധിക്കണം. LSTD ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ PWDയും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം അട്ടക്കുളങ്ങര HSൻ്റെ പരിസരത്തെ കെട്ടിടത്തിൽ ഇടിഞ്ഞുകൂടെ ഒരു വലിയ അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന വസ്തുതയാണ്. റോഡ് സൈഡിലെ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടങ്ങൾ വെട്ടിത്തെളിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. സാർ, ഹൈക്കോടതി പോലും ഇന്നലെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. സാർ, സ്കൂൾ പരിസരത്ത് വെട്ടിമാറ്റേണ്ട മരങ്ങൾ, കാട് തെളിയിക്കൽ പോലും ഈ പ്രാവശ്യം നടന്നില്ല. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചു. ഏറ്റവും അവസാന യോഗം വിളിച്ചു. ഞാൻ ഗവൺമെൻറ് ആ കാര്യത്തിൽ വിമർശിക്കുന്നില്ല, കാരണം വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ തുടർച്ചയായി നമ്മുടെ മണ്ഡലങ്ങളിലോ ജില്ലകളിലോ കാര്യമായ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി സർക്കാരിൻ്റെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിച്ചുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് ഇതിനോട് ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ. ഇതിൽ അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായിട്ട് 25/5/2026 വകുപ്പ് തലവന്മാരുടെയും ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതുവരെ നടന്ന പ്രവൃത്തികൾ കാര്യക്ഷമമാണെന്ന് പ്രസ്തുത യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്തു. നിലവിൽ 17,661 വാർഡുകളിൽ ശുചിത്വ സമിതികൾ രൂപീകരിച്ച് അവയുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 13,164 വാർഡുകളിൽ ക്ലീനിംഗ് ഡ്രൈവ് നടത്തുകയും 21,71,150 കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ട് ലഭിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ പ്രാദേശിക തലങ്ങളിൽ അവലോകന യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന തന്നെ നൽകുന്നുണ്ട്. മഴക്കാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള നടപടികൾ ഇതര വകുപ്പുകളുടെ സഹകരണത്തോടെ സ്വീകരിച്ചു വരുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പോലെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട്
മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ജില്ലാ കളക്ടർമാരുടെയും വിശദമായ യോഗം കൂടുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം എന്തെങ്കിലും? സർ, നാളെ മുതൽ അതിശക്തമായ മഴ തുടങ്ങാൻ പോകുന്നു. ഈ അവസ്ഥയിൽ അടിയന്തരമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് ഇടപെട്ട് ഒരു ഏകോപനം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുമോ? എൻ്റെ ചോദ്യം ഇതാണ്. തീർച്ചയായിട്ടും ഇത് ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, ബന്ധപ്പെട്ട വകുപ്പുകളുടെ, ജില്ലാ കളക്ടർമാരുടെ എല്ലാവരുടെയും യോഗം ചേർന്ന് ഓരോ ജില്ലയിലുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് ഞാൻ പറയാം, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. അത് നാഷണൽ ഹൈവേ അധികൃതരുമായിട്ടും അവരെയും വിളിച്ചു വരുത്തി അതിൻ്റെ അപകടകരമായ സ്ഥലങ്ങൾ ജില്ലാ കളക്ടർമാർ എല്ലാം ഈ അപകടകരമായ സാധ്യതയുള്ള സ്ഥലങ്ങൾ പോയി സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ സന്ദർശിച്ചിട്ടുണ്ട്. അവർ ഹൈവേ അതോറിറ്റീസിനെ അത് അറിയിച്ചിട്ടുണ്ട്. ഹൈവേ അതോറിറ്റീസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വിളിച്ചു വരുത്തി അവരോട് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും കളക്ടർമാരുടെ നേതൃത്വത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലും മുൻകാല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഡാമുമായി ബന്ധപ്പെട്ട ഡാം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡാമിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. മഴ കുറച്ച് വൈകിയാണ് വരുന്നത്. മഴ കുറവായിരിക്കും എന്നുള്ള പ്രഡിക്ഷനാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുതിയ ചില പ്രതിഭാസം, ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രതിഭാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രീം ഹെവി റെയിൻ വരാം, പിന്നെ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവാം. ക്ലൗഡ് ബേസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് അത് റഡാറിൽ കാണും, പക്ഷേ ആ റഡാറിൽ കണ്ടിത് എവിടെയാണെന്ന് മനസ്സിലാകും ഉടനെ അവിടെ എവിക്ഷന് പോലും സമയം കിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ ക്ലൗഡ് ബേസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെസ്റ്റേൺ ഗാർഡ്സിലോ എവിടെയെങ്കിലും ഉണ്ടായാൽ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത വരും. അല്ലാതെ മറ്റ് സാധ്യതകളൊന്നും ഇതുവരെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. വളരെ ഗൗരവത്തോടുകൂടി എല്ലാ ദിവസവും നിരന്തരമായ ഏകോപനവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 2018-ലെയും 19-ലെ അനുഭവം ഉള്ളതുകൊണ്ട് കുറേ കൂടി ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാക്കി മാറ്റാനുള്ള ശ്രമം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. യെസ് യെസ് യെസ്